വെള്ളം കയറിയിട്ട് മൂക്കിലേക്ക് വെള്ളം ചീറ്റുമ്പോൾ ഈ ശക്തി കൂട്ടണം. അതിരാവിലെയുള്ള മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ ശക്തി കൂട്ടൽ ശക്തിയാസുന്നത്താണ്. എന്തുകൊണ്ട്? മണിക്കൂർ കണക്കിന് ഉറങ്ങാണ്. ഉള്ള പൊടി മുഴുവൻ മൂക്കി കയറിയിട്ടുണ്ടാവും. ശൈത്താൻ അവിടെ കിടക്കണമുണ്ട്. പറഞ്ഞ ഇതൊക്കെ ദീനാണ്. എല്ലാവർക്കും മുൻകോപാണ്. മുൻകോപം എല്ലാവർക്കും മുൻകോപാണ്. എല്ലാവർക്കും മുൻകോപാണ്. ഞാനിപ്പോൾ ഈ മാസം വന്നിട്ട് ബാല്യക്കാരായ 10 കൊല്ലം 8 കൊല്ലം 12 കൊല്ലം ഒപ്പം കിടന്നുറങ്ങിയ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആയത് ആകെ നിൽക്കുന്ന 3 കേസ് ഇപ്പം ഞാൻ ഇന്ന് ഈ ഏപ്രിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഏപ്രിൽ എത്ര? 6. ഈ ഏപ്രിൽ 1-ൻ്റെയും 6-ൻ്റെയും ഇടയിൽ ഞാൻ ബാല്യക്കാരത്തികൾ ഇവരുടെ തലാക്ക് ഡിവോഴ്സ് ആകുക. ഇന്ന് നേരം പെടുത്തിട്ട് കേട്ടു. ഒരാൾ ദായിമാക്കണം. ഒന്നുമില്ലാത്ത നേരം മുമ്പിനാ മനുഷ്യൻ കാര്യത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യരുത്. എന്തുകൊണ്ട്? ഉള്ള സമയത്ത് സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവനെ സമീപിച്ചാൽ അവന് സന്തോഷകരമായ മടക്കാണ് ഈ ദുനിയാവ് ഉണ്ടാകുക. സന്തോഷകരമായ മടക്കുണ്ടാവും. വളരെ റാഹത്തായിരിക്കും ആ തിരിച്ചു പോക്ക്. ഇസ്രായേൽ സമീപിച്ചാൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്നുമില്ലാത്ത നേരം ഉണ്ടാകരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങുമ്പോഴല്ലാതെ, ഉറങ്ങുന്ന നേരത്തല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒന്നുമില്ലാത്ത നേരം ഫുള്ള് ഉദുവാണ്. ഉദുവുള്ള മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ മലായികത്ത് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഉദുവിലല്ലേ? പക്ഷെ ആ ഉദുവിനെ അവൻ ശ്രദ്ധിക്കണം. റഅയ്തു അബാ ഹുറൈറ അൻ നുഐം ഇബ്നു അബ്ദില്ലാഹിൽ മുജ്മിരി റഅയ്തു അബാ ഹുറൈറ യതവല്ലഉ. ഒരു താബിഈങ്ങളിൽപ്പെട്ട മഹാൻ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദു എടുക്കുന്നത് ഞാൻ കണ്ടു. ഫഗസല വജ്ഹഹു, മുഖം കഴുകി. ഫഅസ്ബഗൽ വുദൂഅ, അവിടെ പൂർത്തിയാക്കിയത് കഴുകി. അതായത് നെറ്റിത്തടത്തിൻ്റെ അങ്ങേ ഭാഗം താടിയലിൻ്റെ അറ്റം വരെയാണ്. അതൊന്നത് കയറ്റി കഴുകണം. കയറ്റി കഴുകി. പെരടി കഴുകണമെന്നില്ല തന്നെ, ഇത് കയറ്റി കഴുകണം. ഇതിൻ്റെ പലക, ഒരു പലകയാണ്. ആ പലക കയറ്റി കഴുകണം. അതൊക്കെ എൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഉളു ചെയ്തു. ഇതെന്നാ പഴയ കാലത്തെ ആളുകൾ അങ്ങനെ തന്നെ നമ്മൾ എത്രയോ കണ്ടിട്ടില്ലേ? ഉളു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പലകയും കൂടി കഴുകും. ഇത് പലകയാണ്. അങ്ങനെ പൂർത്തിയാക്കി കഴുകി. അതായത് ഇതുവരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് ഈ പലകയും കൂടി കഴുകുക. ആ പലകയിലും കൂടി ഒന്ന് വെള്ളമാക്കുക. പൂർത്തിയാക്കി തന്നെ പൂർത്തിയാക്കി കഴുകി. പിന്നെ വലത്തെ കൈ കഴുകി. അബൂ ഹുറൈറ ഹത്ത അഷ്റാഫിൽ അളുദി, അങ്ങനെ തോളം കൈയിലേക്ക് കയറ്റി. മുട്ടുൾപ്പെടെ കഴുകണ്ടുള്ളൂ, പക്ഷെ തോളം കൈക്ക് ലേശം കയറ്റി. എന്തിനാ തോളം കൈക്ക് കയറ്റിയത്? മുട്ട് നനഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അത് വളരെ അവിടെയും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. വളരെ അതാണ്. പള്ളിയിൽ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും പള്ളി കമ്മിറ്റി ശമ്പളം കൊടുത്തരാൾ നിർത്തണം. മുല്ലാക്കാൻ അയാൾക്ക് അധികാരവും കൊടുക്കണം. അവരോട് അയാളെ ശകാരിക്കണം. പള്ളി കയറണ്ട, നിയമം വെക്കുക. അത് ഏത് പോലീസ് വന്നാലും പറയാലോ, ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാനാണ് വരുന്നത്, നിസ്കരിക്കണം, അതിന് നിയമമുണ്ട്, ആ നിയമം പാലിക്കണം. അല്ല, ഞങ്ങൾ പള്ളിയിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ല. ഒന്ന് പൂർത്തിയാക്കിയിട്ട് പള്ളിക്ക് കയറിയാൽ മതി എന്ന് കമ്മിറ്റി തീരുമാനം വെക്കണം. അങ്ങനെ കമ്മിറ്റിക്കാർക്ക് അത് ഒന്നും അറിയണം. ഒന്നും അറിയാത്തവനെത്തിനാ കമ്മിറ്റി കയറ്റുന്നത്? ഇത് ലയൺസ് ക്ലബിൻ്റെ കമ്മിറ്റിയാണ്, ഇത് പള്ളിയല്ലേ. ഒതു കൃത്യമായി ഒതു ചെയ്യുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ഒതുല്ല. എന്താണ് കാരണം? ആദാബ് എന്നൊരു സംഗതിയില്ല. നഷ്ടപ്പെട്ടു പോയി. അതിനൊരു മുല്ലാക്കാനെ നിർത്തി. വലിയ പള്ളിയാണെങ്കിൽ 2 ആളൊക്കെ ഉണ്ടാവും. ഒരു 2 സ്ഥലത്തും ആളെ നിർത്തണം. മുല്ലായും മുല്ലാക്കൊക്കെ ഹെൽപ്പറും. മുല്ലാക്കൊക്കെ മൂലിയർക്കും മുക്കർക്കും കൊടുക്കണം. അതേ പൈസ കൊണ്ട് കൊടുക്കേണ്ടി വരും ഇവർക്കും. ചെറിയ നിസ്കാര പള്ളിയാണെങ്കിൽ മൂലിയരോട് തന്നെ പറഞ്ഞാൽ മതി, മൂലിയരെ ഉദുവിൻ്റെ നേരത്തെ നിന്ന് ഇറങ്ങിക്കണേ. അങ്ങൂടിയും കൂട്ടിയിട്ട് ശമ്പളം പറഞ്ഞാൽ മൂല്യർക്ക് അങ്ങൂടിയും കൂട്ടിയ ശമ്പളം ഒന്ന് ഇറങ്ങിക്കണം. എന്തേ?
ഒന്നുമില്ലാത്തവരാണ് 1,00,000. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? 10,000 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചു. മയ്യത്തിന് എത്ര നിസ്കാരം കിട്ടും? 10,000 ആൾ. എന്താ വിചാരിക്കാതെ? മോത്തേക്കും കയ്യുമക്കും വെള്ളാക്കിയ ഉള്ളാവും. മോത്തേക്കും കയ്യുമക്കും വെള്ളാക്കിയാൽ എങ്ങനെ മനുഷ്യ അത് ഉള്ളാണ്? ഇനി അതിൻ്റെ ആദാമില്ലേ? ഉള്ളു മുഖത്ത് വെള്ളമായിട്ടില്ലെങ്കിൽ ഉള്ളായിട്ടില്ലല്ലോ. ഇവിടെ ലേശം വിട്ടു ഉള്ളൂ, ഇവിടെ ലേശം വിട്ടു ഉള്ളൂ. കൺപുരികത്തുനിന്ന് താഴത്തേക്ക് വെള്ളമായിട്ടുള്ളൂ ഉള്ളൂ. നെറ്റിത്തരത്തിൻ്റെ മേലെ ഭാഗത്ത് ഇറങ്ങണ്ടേ, താടിയിലെ അറ്റം വരെ ആകണ്ടേ. അത് നിർബന്ധമല്ലേ, സുന്നത്തല്ലല്ലോ. എന്ത് പറയാ? അതെന്താണ്? അത് നിർബന്ധമല്ലേ? അബൂഹുറൈറ തങ്ങളെ ഞാൻ വുളു എടുക്കണ കണ്ടു. അപ്പം എന്താണ്? പലകയും കൂടി കയറ്റി കഴുകിയിട്ടുണ്ട്. എന്തിന്? അങ്ങനെ കയറ്റി കഴുകിയത് ഇവിടെ നനഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു കുട്ടീനെ എന്നെ പീടിയിൽ പോയിട്ട് എന്നെ കാണാനില്ല. അപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു അങ്ങാടിയിലേക്ക്. അങ്ങാടി പോയിന് അവിടെ പീടിയിൽ പറഞ്ഞയച്ചിരുന്നു. ഇല്ല, ഉണ്ടോ ഇല്ലയോ, വന്നിട്ടില്ലല്ലോ, അവനത് കാണുന്നുണ്ടോ നോക്ക് എന്ന് ഒരാളെ പറഞ്ഞയച്ചാൽ ഓൻ അവിടെ പോയി വന്നാൽ നിങ്ങളെന്താ പറയുക? ഇയാൾ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല, ഓൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതേ സമയത്ത് വന്ന ആൾ പറഞ്ഞു, ഞാൻ അങ്ങാടി ലാസ്റ്റ് വരെ പോയിട്ട് ശരിക്കും നോക്കിയിട്ടാണ് വരുന്നത്, ഇനിയൊരു ഡൗട്ടില്ല എന്നതുപോലെ. ഈ പലക വരേണ്ട് നനഞ്ഞു, പുറപ്പായി, താടിയലിൻ്റെ അവസാന ഭാഗം എത്തി. 10,000 ആൾ മയ്യത്ത് നിസ്കരിച്ചു. 10 ആളെ നിസ്കാരം ശരിയായിട്ടില്ലെങ്കിലോ? 10 ആളെ നിസ്കരിച്ചിട്ടുള്ളൂ. എങ്കിൽ ഇന്നത്തെ 10,000 ആൾ മയ്യത്ത് നിസ്കരിച്ച് ഫോട്ടെടുക്കാനല്ലേ? പിറ്റേന്ന് പത്രത്തിൽ വരും, മൂപ്പര് മരിച്ചപ്പോൾ 10,000 ആൾ മയ്യത്ത് നിസ്കരിച്ചു പോകും. അപ്പം മനസ്സിലായില്ലേ? മയ്യത്ത് അതിപ്പോൾ നമ്മൾ പഠിപ്പിക്കണമല്ലോ. കാരണം ഇവൻ്റെ ഒന്നും ചെയ്യാലല്ലേ നമുക്ക്, ഒന്നും ചെയ്യാൻ എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം സലാമൻ എൻ്റെ ജുമാ ചെയ്യാൻ എനിക്ക് ആവശ്യമില്ല, അത് ഈയും പഠിച്ചോണ്ടുള്ള കാര്യമാണ്. എൻ്റെ ഒന്നും ചെയ്യാൻ എനിക്ക് ആവശ്യമാണ്. കാരണം ഞാൻ മരിച്ചു വരുമല്ലോ, അപ്പോൾ ഇതിൻ്റെ മയ്യത്ത് സ്കരിക്കുമല്ലോ. അത് അള്ളാഹു സ്വീകരിക്കാത്ത കുളത്തിലായ ജീവനത്തിൻ്റെ എന്താ കാര്യം? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലുണ്ടോ? എൻ്റെ ഒന്നും സഹിയാകൽ എനിക്ക് ആവശ്യമല്ലേ? ജുമാ സഹിയായാലും ഇല്ലെങ്കിലോ ഇജ്ജും പഠിച്ചോണം, നൂറ് സഹിയായാലും ഇല്ലെങ്കിലും ഇജ്ജും പഠിച്ചോണം, മഗ്രിബ് സഹിയായാലും ഇല്ലെങ്കിലും ഇജ്ജും പഠിച്ചോണം, സുബൈ സഹിയായാലും ഇല്ലെങ്കിൽ ഇജ്ജും പഠിച്ചോണം. മയ്യത്ത് നിസ്കാരം സഹിയായിട്ടില്ലെങ്കിൽ ഇജ്ജും പഠിച്ചോണം മാത്രമല്ലല്ലോ, എനിക്കും നഷ്ടം വന്നില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും മയ്യത്ത് നിസ്കരിക്കണേ. നമ്മളൊരാളെ കണ്ട് പിരിയുമ്പോൾ അവസാനം ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന വർത്താനം എന്താ? നല്ലവരാണെങ്കിൽ തന്നെ പറയണത്. എവിടെയാണെങ്കിലും ഞാൻ മരിച്ചാലൊന്ന് മയ്യത്ത് നിസ്കരിക്കണേ. അതിനാദ്യം പറയണത് ചെന്ന് ഉളു പഠിക്കണേന്നാണ്. ഉളു പഠിക്കാതെ ഓൻ മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഒരു നാട്ടിൽ ഇന്ന് ഒരു 60-70% ആളുകൾക്കും ഉളു സഹിയാവുന്നില്ല. ഓഫുറായും അള്ള പുറത്തരില്ല. എന്നാ പിന്നെ ഇതൊന്നും ചെയ്യണ്ടല്ലോ, അള്ള പുറത്തരില്ലേ? എന്തിനു പറഞ്ഞ വർത്താനാണ്? അള്ള പുറത്തരും. അള്ള എങ്ങനെ പുറത്തരും? ഇതൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലില്ലേ? ജപ്പാനിലെ ഏതോ ഗ്രാമത്തിൽ പെട്ടുപോയി. ജപ്പാനിലെ ഒരു ഗ്രാമത്തിലെ ഒരാൾ മുസ്ലിമായി, അയാൾക്ക് ഫാത്തിഹ സൂറത്ത് പേച്ചു, അത് പുറത്തു കൊടുക്കും. എന്തുകൊണ്ട്? അമേരിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരാൾ മുസ്ലിമായി, അയാൾ ഫാത്തിഹ സൂറത്ത് ഓതാൻ നിസ്കരിച്ചു, അത് പുറത്തു കൊടുക്കും. എന്തുകൊണ്ട്? അയാൾക്ക് അവിടെ നിസ്കരിക്കാനുള്ള സാഹചര്യം ഇല്ല, അങ്ങനെ ഫാത്തിഹ സൂറത്ത് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇല്ലെങ്കിൽ ചിന്തിക്ക്, നമ്മൾക്ക് എങ്ങനെ അള്ള പുറത്തിരുന്നേ? കാരണം സാഹചര്യം ഇപ്പം നമ്മൾ തജ്വീദ് ഇല്ലാത്ത ഖുർആൻ ഓതി എങ്ങനെ അള്ള പുറത്തിരുന്ന്? കാരണം തജ്വീദ് അറിയുന്ന ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പൈസ കൊടുക്കേണ്ടി വരും. ഒറ്റക്ക് തജ്വീദ് പഠിച്ചു, ഒറ്റക്ക് ഡ്രൈവിംഗ് പഠിക്കണില്ലേ? ഡ്രൈവിംഗ് പഠിച്ചിട്ട് മരിച്ചിട്ട് എന്താ കാര്യം? മരിച്ചു, എക്സ്പെർട്ട് ഡ്രൈവറാണ്, എന്താ കാര്യം?
ഒരാൾ എക്സ്പെർട്ട് ഡ്രൈവർ, ഭയങ്കര ഡ്രൈവറാണ്, ഭയങ്കര ഉത്സാഹം, പറക്കും വണ്ടിയും കൊണ്ട്. ഇന്ന് വരെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഇതിന് വരെ അവൻ കുത്തിയിട്ടില്ല. ഇന്ന് വരെ ഏത് സൈസ് ഇടുക്കുള്ള റോട്ട് കൂടെ പോകണം മതിലിൻ്റെ സൈഡിന് വരെ കുത്തിയിട്ടില്ല. എന്തേ? ഓൻ പഠിച്ച് ഇവിടെ പഠിച്ച് പിന്നെ ദുബായി പോയി. ദുബായിൽ വേറൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ട്, അയാളെ കയ്യിൽ വേറെ പഠിച്ച് അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ പഠിച്ച്. അപ്പം ഭയങ്കര ഡ്രൈവറായി. എന്താ കാര്യം? മരിച്ചിട്ട് എൻ്റെ കയ്യിൽ കബറിൽ വണ്ടി ഓടിക്കണ്ട, തെജ്വീദ് ഓടിച്ച കാര്യമുണ്ട്. ഫസാദ് ഉറത്തിൽ എത്ര ഓതിയോ അത്ര ഉയരത്തിലേക്ക് കയറിക്കോന്ന് അള്ളാഹു എന്നോട് പറയും. അപ്പോൾ എനിക്ക് കയറാം. ഇനി ഓത്ത് സഹിയാണ്. ഈ ഓത്ത് സഹിയാണെങ്കിൽ തെജ്വീദ് ഓടിക്കണം. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഓത്താണ് ശരിയായപ്പോൾ 25,000 ഉറുപ്പിക രൂപയായി. ആ 25,000 അള്ളാഹിൻ്റെ കോടതിയിൽ 25,000 കോടി കിട്ടും. കാരണം അള്ളാഹിൻ്റെ കലാം ശരിയാക്കാനല്ലേ 27 ചിലവൊക്കെ. ഇനി നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ 10,000 കൊടുക്കും, ഇംഗ്ലീഷ് മീഡിയത്തിന് 25,000 കൊടുക്കും, മാസത്തിൽ 10,000. ഇത്ര പോകുന്ന ഒരു അടക്കൻ്റെ അത്ര പോകുന്ന കുട്ടിക്ക് മാസത്തിൽ 10,000 ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊടുക്കണം. പാപ്പാരെ എനിക്കറിയാം, ഒരടക്കക്കളിൻ്റെ അത്ര ഉള്ളൂ അവന് കൊടുക്കാൻ എനിക്കറിയാം. അതേ സമയത്ത് ഖുർആൻ പഠിക്കാൻ വേണ്ടി മദ്രസയിൽ ഒരു 500 രൂപ ഒരു സംഖ്യച്ചാലോ. ഒരാൾ 50,000 ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ് അയാൾക്ക് തജ്വീദ് എന്ന് പഠിച്ചത്. 50,000 ഉറുപ്പ്യ. ഓ, നഷ്ടല്ല. 50,000 കോടി മടക്കി കിട്ടും അവിടുന്ന്. എന്തുകൊണ്ട്? ഇതോ എന്തിനാ ചെലവാക്കിയ? അള്ളാഹുവിന്റെ കലാം പഠിക്കാനല്ലേ. അള്ളാഹുവിന്റെ കലാം പഠിക്കുന്നതിനേക്കാൾ വലിയ ദർജണ്ട. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. അത് തന്നെ ചിന്തിക്കുക. ഉളുവിന്റെ കാര്യം പോക്കാണ്. ഉളു പഠിക്കൽ എനിക്ക് ഉളുണ്ടായാലും എൻ്റെ വാട്ടിൽ, എനിക്ക് ഉളു അറിയാലും എൻ്റെ വാട്ടിലാണ്. കാര്യം മയ്യത്ത് സ്കീം ഞാനീ പറഞ്ഞത് ശരിയല്ലേ? ഇന്നിപ്പോൾ നമ്മളെ മയ്യത്ത് ഒരാൾ മരിച്ചാണ്ട് പോകുന്നെ മയ്യത്ത് സ്കീം ഉളു സഹിച്ചിട്ടുണ്ടോ? പള്ളിക്കത്ത് കുറേ അവതര വെള്ളം കളഞ്ഞ കുറ്റം കൂടി വാങ്ങിയെന്നല്ലാതെ. അപ്പോൾ മഹല്ലാന്തരം നടക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഉളു പഠിപ്പിക്കണം. അത് നിർബന്ധം. ഫാത്തിഹ സ്വത്ത് പഠിക്കണം, ഫാത്തിഹ സ്വത്ത് പഠിക്കണം, ഉളുവും പഠിക്കണം. അല്ലെങ്കിൽ നിസ്കാരമില്ലല്ലോ. പള്ളിക്കൽ കുറേ ആളുകൾ വന്ന് കൂടിയിട്ട് എന്താ കാര്യം? ഞാൻ പിന്നെ അതന്നെ പറയുന്നത്. നിങ്ങളവിടെ ജമാഅത്തിന് എത്ര ഉണ്ട്? ഞങ്ങൾ 3 സഫ. ഒരു സഫയിൽ എത്ര? 99 ആളാണ്. ഓ, അസ്മാഉൽ ഹുസ്നൻ്റെ അതാണ് ഒരു സഫ്. അപ്പം 3 സഫറിനെ കുറച്ച് ആളുണ്ടാവുമല്ലോ. ആ കുറേ ആളുണ്ടാവും, ആളൊക്കെ കുറേ ഉണ്ടാവും, ആളൊക്കെ ഉണ്ടാവും. ഭയങ്കര തെറാവീനൊക്കെ ജുമാൻ്റെ ആളാണ്. ആയിക്കോട്ടെ, 10 സയ്യാലുണ്ടാവും. ആ മുന്നിൽ നിൽക്കണ ഒരു മൗലിയർക്കും 4 വയസ്സന്മാർക്കും നല്ലാതെ അവർക്ക് ഉള്ളു സയ്യായത്. ഇതന്നെ പ്രശ്നം. ثم غسل يده اليمنى حتى أشراف العضد ثم يده اليسرى حتى أشراف العضد. തോളം കൈയിലേക്ക് കയറ്റി കഴുകി. ഇത് കയ്യനെ പൂർത്തിയാക്കൂല. ثم مسح رأسه, പിന്നെ തല തടവി. ثم غسل رجله اليمنى, പിന്നെ വലത്തെ കാല് കഴുകി. ഹത്താ അശ്റാഫി സൂഖി, തണ്ടങ്കാലിലേക്ക് കയറ്റി, നെരിയാണി വിട്ട് കയറ്റി, കുറച്ചൊക്കെ കയറ്റി. സുമ്മ വസ്സല റിജഹുൽ യുസ്ര, പിന്നെ ഇടത്തെ കാലി കഴുകി. ഹത്താ അശ്റാഫി സാഖി, അപ്പോഴും തണ്ടങ്കാലിലേക്ക് കയറ്റി കഴുകി. സുമ്മ ഖാല, പിന്നെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഇങ്ങനെ വുളു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഇത് വുളു. റസൂലുള്ളാഹിന്റെ വുളു നമ്മൾ സ്വഹാബത്ത് അങ്ങനെ ചെയ്ത്. റസൂലുള്ളാഹി വുളു എടുത്ത ആരെ കണ്ടിട്ടാ? സയ്യിദുനാ ജിബ്രീൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വുളു എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് വുളു എടുത്തതാ ഹബീബ നബി. പിന്നെ അങ്ങനെ ഖദീജ ബീവിയെ പഠിപ്പിച്ചു. ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ,
ഓരോ അവയവത്തിനും കയറ്റി കഴുകിയത് ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അൻതുമുൽ ഖുറുൽ മുഹജ്ജലൂന യൗമൽ ഖിയാമ മിൻ ഇസ്ബാഗിൽ വുളൂഇ. വുളൂ പൂർത്തിയാക്കി ചെയ്യുന്ന ആളുകൾക്കെല്ലാം അന്ത്യനാളിൽ കൈകാലും മുഖത്തിന് പ്രകാശം ഉണ്ടാവും മഹ്ശറിൽ. പക്ഷെ എന്ത് വേണം? വുളൂഇനെ പൂർത്തിയാക്കി ചെയ്യണം. മനസ്സിലായില്ല? വുളൂ ചെയ്താൽ പോരാ, വുളൂ പൂർത്തിയാക്കി ചെയ്യണം. എല്ലാം വളരെ ശ്രദ്ധിക്കണം. വുളൂ പൂർത്തിയായ ശൈത്താൻ കയറൂല. ശൈത്താന് ഭയങ്കര തടസ്സമാണ് വുളൂ. ഇന്നിപ്പോൾ ഏത് വുളൂർക്കും മുന്നിൽ പിന്നെയും ചെയ്താണ്ടാവും. എന്തുകൊണ്ട്? വുളൂനായിട്ടില്ല. കാലിൽ പൊട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റുണ്ട്. ആ കാല് തന്നെയല്ലേ? അത് കാലാണല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറണല്ലോ. ചില ആളുകൾക്ക് എന്തുണ്ടാവുന്നറിയാം? പൊട്ടുകളുണ്ടാവും കാലിന്. ചില ആളുകളെ കൈ പിന്നെ ചില ആളുകളെ കൈ എന്താണെന്നറിയാം? ഇപ്പം എങ്ങനെ വെക്കുമ്പോൾ ഇപ്പം എങ്ങനെ വുളൂ കൊടുക്കുന്നത്? ഇവിടെ കുറച്ച് ചുരുളുകളുണ്ടാവും. അതെന്തിൽപ്പെട്ടതാണ്? കയ്യിൽപ്പെട്ടതാണ്. എൻ്റെ ഉള്ളിൽ വെള്ളമാണ്. ഇപ്പം നമ്മളിങ്ങനെ പിടിച്ചു, എന്നിട്ട് ഈ കൈ കൊണ്ട് വുളൂ കൊടുക്കുക. ഇവിടെ നമ്മൾ വലിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാവില്ല. ചില ആളുകൾക്ക് ഇവിടെ തൂക്കം ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാണില്ലേ? ഇവിടെ തൂക്കം ഉണ്ടാവും. ആ തൂക്കം എങ്ങനെ പിടിക്കണോണ്ട് ഇത് ചുരുള്ളും. ഇങ്ങനെ പിടിച്ചാൽ ഇത് ചുരുള്ളുമ്പോൾ ആ ചുരുളിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാവില്ല. ചില ആളുകളെ ഒരു കാൽവരൽ ഒട്ടി നിൽക്കും. മേലോടെ വെള്ളം പോവും. അതിൻ്റെ ഇടയിൽ ഒരു ഇട ഉണ്ടാവും. ആ കാല് പെട്ടതാണ്. ഒന്നും സഹിയാവില്ല. എന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളത്. ഇന്നിപ്പോൾ എന്താണെന്നറിയാം? പൈപ്പാൻ തുറച്ചേക്കും. ഒന്ന് കുമ്പിട്ടിടാ, ഒന്നും ഇറക്കൂല. കാലിൽ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയാൽ തന്നെയും ഒന്ന് ചിക്കകറ്റി കഴുകൽ സുന്നത്താണ്. ഇവിടുത്തെ നിർബന്ധമാണ്. കാരണം എല്ലാത്ത വെള്ളത്തില്ല. മനസ്സിലായില്ല? ചില വിരലുകൾ ഇങ്ങനെ കൂട്ടിക്കിടക്കും. ഇങ്ങനെ കൂട്ടിക്കിടക്കുമ്പോൾ എന്താ വെള്ളം ഒഴിച്ചാൽ ഇതിങ്ങനെ പോവും. ഇതിൻ്റെ ഉള്ളുണ്ട്. കൈവിരലിനല്ല സംഭവിക്കുക, കാൽവിരലിനാണ്. ഇന്ന് ബാല്യക്കാർക്ക് മുഴുവനും പല സൈസ് മോതിരങ്ങളാണ്. ടൈറ്റ് മോതിരങ്ങൾ, പല സൈസ് മോതിരങ്ങൾ. ആ മോതിരത്തോട് കൂടി ഒന്നും സഹിയാവില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറില്ല. ഒക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? നല്ലവർക്ക് മോതിരാണ്, മോശപ്പെട്ടവർക്ക് മോതിരാണ്. നല്ലവർക്ക് നല്ല മോതിരം. ഞാൻ അജ്മീർ പോയി വാങ്ങിയതാണ്. ഞാൻ മദീനത്ത് നിന്ന് വാങ്ങിയതാണ്. മക്കത്ത് വാങ്ങിയതാണ്. മുക്കത്തിനോ വാങ്ങിക്കോ. അതൊന്ന് ഇളക്കണം. എന്തുകൊണ്ട്? ഇളക്കിയില്ലെങ്കിൽ വെള്ളം കയറില്ല. ഇപ്പം നിസ്കാരം ശരിയാവില്ല. ആ ഒരു നോട്ടപ്പല്ല. അങ്ങനത്തെ യാതൊരു നോട്ടമില്ല. ഇതൊക്കെ പ്രശ്നമാണ്. പെണ്ണുങ്ങൾക്ക് എന്തായാലും അങ്ങനെ തന്നെയുള്ള മോതിരം ഉണ്ടാവുമല്ലോ. ഒന്നും ഇളക്കൂല. ഇളക്കിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഇളക്കി അങ്ങക്ക് അവിടെ കാണാൻ എന്ത്? ആ മോതിരത്തിന് നിങ്ങൾ ഇളക്കിയാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം. അത് ഈ മോതിരത്തിൻ്റെ ഇവിടുത്തെ കളറും ഇവിടുത്തെ കളറും ആവില്ല. മോതിരം കിടക്കണ കളറ്. എന്തുകൊണ്ട്? അവിടെ ബ്ലഡ് സർക്കുലേഷൻ വരെ കൃത്യമാവില്ല. ഉള്ളിലുള്ള ഞരമ്പിനൂടെ ചോര പോകുന്നത് വരെ വളരെ ടൈറ്റായിട്ടാണ്. പിന്നെ അങ്ങനെ പുറത്ത് വെള്ളം പോകും. അങ്ങനെ ഇളക്കാൻ കയ്യിലെ മോതിരണ്ട. ഞാൻ മദീനത്തുനിന്ന് വാങ്ങിയ മോതിരാണ്. ഞാൻ മക്കത്ത് അവിടെ നേരെ കാണുന്ന ജ്വല്ലറിന്ന് വാങ്ങിയ മോതിരാണ്. മക്കത്തുനിന്ന് മോതിരാണ്. ഞാൻ അജ്മീറിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഏർവാടിയിൽ നിന്ന് വാങ്ങിയതാണ്. ആയിക്കോട്ടെ, നല്ല തന്നെയാണ്. ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ എന്താവണം? അതിനുള്ളിൽ വെള്ളം ചേരണം. അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. തന്നെ പ്രശ്നം. അങ്ങനെയൊക്കെ തന്നെ. അന്ത്യനാളിൽ നിങ്ങൾക്ക് കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കും. മിൻ ഇസ്ബാഗിൽ വുളൂഇ. ഇങ്ങനെ വുളൂഇനെ പൂർത്തിയാക്കി ചെയ്ത കാരണത്താൽ. ഇനി വുളൂഇനെ ചെയ്തില്ല, ശരിയായിട്ടില്ല, ഒന്നുമില്ല.
എന്ന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ മുഖവും കൈകാലുകളും നീട്ടിക്കഴുകട്ടെ. എന്നുള്ള വാക്കാണ് ഫൽയുത്തിൽ. ഹബീബായ നബി പറഞ്ഞു അവൻ നീട്ടിക്കഴുകിക്കോട്ടെ, നീട്ടിക്കഴുകിക്കോട്ടെ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇത് വലിയ പ്രശ്നമാണ്. ഇതിൽ തമാശയായി മനസ്സിലാക്കുകയും ചെയ്തു. വലിയ പ്രശ്നം. അപ്പം എന്താ നമസ്കാരം ഒന്ന് ക്ലിയർ ആവണ്ടേ? നമ്മൾ അനാവശ്യമായ കാര്യത്തിൽ വ്യാപൃതരായിട്ട് കാര്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തൊടിക്കൽ, ഒതുപിടിക്കൽ. ഡ്രൈവിംഗ് പഠിച്ചില്ല, എനിക്കിപ്പോൾ ഡ്രൈവിംഗ് അറിയില്ല. ഗതി കൂടി പഠിക്കാക്ക. ഗതി കൂടി പഠിച്ചാൽ പിന്നെന്താവും? പിന്നെ ഡ്രൈവർ നോക്കാതെ നമ്മൾ വണ്ടി എടുക്കും. നമുക്ക് 100,000 തലവേദന. എൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി തലയിൽ കയറിയാൽ എവിടെ കൊണ്ടേ കുത്തിയെന്നറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ജീവിതത്തിൽ ഡ്രൈവിങ്ങേ പഠിച്ചിട്ടില്ല. നല്ലതല്ലേ? നല്ലതാണ്, പക്ഷെ ഞാൻ പഠിക്കുന്നില്ല. അപ്പോൾ ഒരാൾ വേണം. അത് എനിക്ക് എൻ്റെ കാര്യം നോക്കി കുത്തിരിക്കുക വണ്ടിയിൽ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. പഠിക്കാൻ എനിക്ക് 100,000 തലവേദനകളാണ്. ഞാൻ മൂത്തേരത്തിന് ഇറങ്ങാതെ അറിയുള്ളൂ. ഖുർആൻ എത്തുന്നത് അറിയില്ല. ചിലപ്പോൾ അങ്ങനത്തെ പണികളുണ്ടാവും. കാറിലൊന്നും പണിയുണ്ടാവും. അപ്പം അത് നിർബന്ധമുള്ള കാര്യമല്ല, നിർബന്ധമുള്ള കാര്യമല്ല. സൈനൂനോ ജാബിറിനോ ഒക്കെ ഡ്രൈവിംഗ് അറിഞ്ഞാലും ഞാൻ മുദാർ ഖുർആനിലെത്തും. അതേ സമയത്ത് അവർക്ക് ഉദു അറിഞ്ഞതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തൂല. അതാണ് പ്രശ്നം. അയക്കെന്നെ അറിയാം. അപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ 10,000 ആണ് കൊടുത്തെങ്കിൽ ഉദു പഠിക്കാൻ 50,000 കൊടുത്തോ. എന്നാലും വേണ്ട, ഉദു പഠിച്ചതാണ്. അതിൻ്റെ ആദാബെല്ലാം ഉദു ക്ലിയർ ആണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. രക്ഷപ്പെടും. ഉദു ക്ലിയർ ആക്കണം. ഉദുവിൻ്റെ ആദാബുണ്ടോ? രക്ഷപ്പെടും, ഉറപ്പായി രക്ഷപ്പെടും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതെല്ലാം ചിന്തിക്കണം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമിക്കു റജുലുൻ യുഖർരിബു വളുഅഹു. ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉദു എത്തിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? മുൻകൈ കഴുകിയതിന് ശേഷം, മുൻകൈ കഴുകണ പണിപ്പല്ല. ഞാൻ ക്ലാസ് പറഞ്ഞു, മുൻകൈ കഴുകുക എന്ന പണി തന്നെ പല്ല. ഇപ്പം നേരെ ഒന്ന് വെള്ളം ഒരു മേലക്കാക്കല. മുൻകൈ കഴുകണ്ടേ? റസൂലുള്ളാഹിന്റെ ശക്തമായ സുന്നത്തല്ലേ? 3 വട്ടം കഴുകണ്ടേ? നമ്മളെന്താ വിചാരിച്ച മുൻകൈ കഴുകണതിന് ഏതായാലും കൈ കഴുകണ്ടല്ലോ, അപ്പം കഴുകാം. ഞാൻ എന്താ റസൂലുള്ളാഹി അങ്ങനെ വിചാരിച്ചു? ആദ്യം മുൻകൈ കഴുകി, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കണം 3 വട്ടം. ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആക്കി ഒഴിവാക്കണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. എന്നിട്ട് ശരിക്ക് കയറ്റി ചീറ്റണം. വായി വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, അതായത് മൂക്ക് വൃത്തിയാക്കി കിട്ടും. എന്നാൽ മുഖത്തെയും വായിലെയും തരിമൂക്കിലെയും സകല ദോഷങ്ങളും അതോടുകൂടെ പുറത്തേക്ക് ചാടും. റസൂലുള്ളാഹി പറഞ്ഞു, ഖയാശിം ഖൈശൂം തരിമൂക്ക്. ഒരാൾക്ക് ദേഷ്യം വന്നാൽ ആദ്യം മൂക്ക് വിയർക്കുക. എന്തുകൊണ്ട്? മൂപ്പര അവിടെ കിടക്കണത് തിരിഞ്ഞില്ല. മൂക്ക് വറക്കുക, മൂക്ക് വിയർക്കുക, ഇതെല്ലാം ദേഷ്യത്തിൻ്റെ അടയാളങ്ങളാണ്. മൂക്കൊന്ന് കൊടഞ്ഞു മൂപ്പര്. അവന് ദേഷ്യം വന്നോ മൂക്കൊന്നും അവനോ കൊടഞ്ഞു. എന്തുകൊണ്ട്? മറ്റേ മൂപ്പര് ഇൻഫർമേഷൻ കൊടുത്തു, ഇത് തുടങ്ങിക്കോ, ഞാൻ ഇവിടെ ഉണ്ട്. വലാ യഅരിഫു അവനെ അറിയില്ലല്ലോ. ഇന്ന ശൈത്വാന യബീതു അലാ ഖയാശീമി അഹദിക്കും. നിങ്ങളെ തരിമൂക്കിലാണ് ശൈത്താൻ രാത്രി കിടന്നുറങ്ങുക. റസൂലുള്ളാഹി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? മൂക്കിൽ വെള്ളം കരിച്ചിട്ടണം. അതിന് വൃത്തിയുണ്ട്. ഓൻ അവിടെ കിടക്കാൻ വലിയ സുഖം. കക്കൂസ് കിടക്കണമെന്നാ തിരിഞ്ഞില്ല. ശൈത്താൻ എവിടെ കിടക്കുക? പോത്ത് എവിടെ കിടക്കുക? തടടു. പോത്ത് എവിടെ കിടക്കുക? കിടക്കും. പോത്ത് എവിടെ കിടക്കുക? നിങ്ങൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമല്ല. ചാണകത്തിലേക്ക് കിടന്നാലേ പോത്തിന് സുഖം കിട്ടുള്ളൂ.
ആ തൊഴുത്തിലെ വൃത്തികേടിൽ കിടന്നാലേ പോത്തിന് സുഖം കിട്ടും. പോത്ത് എവിടെ എടുക്കാം? ശൈത്താൻ എവിടെ എടുക്കാം? ശൈത്താൻ കക്കൂസിൽ. പിന്നെ അവിടുന്ന് പുറപ്പെട്ട എവിടെ ഇറക്കാം? മനുഷ്യന്മാർ തരിമൂക്കിൽ അവിടെ വൃത്തികേട് കെട്ടി കിടക്കും. ദിവസങ്ങളായി ഓരോരുത്തർ ഈ ഉളു ശരിയാക്കാത്ത ഒരാളെ തരിമൂക്കിൽ എത്ര കൊല്ലത്തെ വൃത്തികേട് കിടക്കുന്നുണ്ടാവും? കുളിക്കുമ്പോഴും ഏതായാലും ഇല്ല ഉണ്ടോ? പറഞ്ഞ മനുഷ്യന്മാരെ, കുളിക്കുമ്പോൾ ആരെങ്കിലും തരിമൂക്കാൻ നാക്കലുണ്ടോ? ഇതൊക്കെ ദീനാണ്. ദീനാകുമ്പോൾ ഒക്കെ വൃത്തിയാക്കണം. എല്ലാം മൂത്രക്കുടി വൃത്തിയാക്കണം, അവൻ്റെ പിന്ദ്വാരം ശരിക്ക് വൃത്തിയാക്കണം, തരിമൂക്ക് ശരിക്ക് വൃത്തിയാക്കണം. അതെല്ലാം ഇതൊക്കെ അടിയിലുള്ള ദ്വാരങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ വൃത്തികേട് കിടക്കുന്ന സ്ഥലമാണ് എന്ത്? ഈ തരിമൂക്ക്. ഇവിടെ വൃത്തിയാവും. ഇവിടെ വൃത്തിയാവില്ല. ഇവിടെ വൃത്തിയാകണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് കയറണം? വെള്ളം കയറിയിട്ട് മൂക്കിലേക്ക് വെള്ളം ചീറ്റുമ്പോൾ ഈ ശക്തി കൂട്ടണം. അതിരാവിലെയുള്ള മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ ശക്തി കൂട്ടൽ ശക്തിയാസുന്നത്താണ്. എന്തുകൊണ്ട്? മണിക്കൂർ കണക്കിന് ഉറങ്ങാണ്. ഉള്ള പൊടി മുഴുവൻ മൂക്കി കയറിയിട്ടുണ്ടാവും. ശൈത്താൻ അവിടെ കിടക്കണമുണ്ട്. പറഞ്ഞ ഇതൊക്കെ ദീനാണ്. എല്ലാവർക്കും മുൻകോപാണ്. മുൻകോപം എല്ലാവർക്കും മുൻകോപാണ്. എല്ലാവർക്കും മുൻകോപാണ്. ഞാനിപ്പോൾ ഈ മാസം വന്നിട്ട് ബാല്യക്കാരായ 10 കൊല്ലം 8 കൊല്ലം 12 കൊല്ലം ഒപ്പം കിടന്നുറങ്ങിയ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആയത് ആകാൻ നിൽക്കുന്ന 3 കേസ് ഇപ്പം ഞാൻ ഈ ഏപ്രിൽ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഏപ്രിൽ എത്ര? 6. ഈ ഏപ്രിൽ 1-ൻ്റെ 6-ൻ്റെ ഇടയിൽ ഞാൻ ബാല്യക്കാരത്തികൾ ഇവരുടെ തലാക്ക് ഡിവോഴ്സ് ആകുക. ഇന്ന് നേരം പെടുത്തിട്ട് കേട്ടു. 12 കൊല്ലം കൂടെ കിടന്നുറങ്ങി ഡിവോഴ്സായി, പിരിഞ്ഞു. ബാല്യക്കാര്. എന്താ കാരണം? തരിമുക്കിൽ ആരെ കൊണ്ട് നടക്കുന്നുണ്ട്? ശൈത്താനെ പ്രേരിപ്പിക്കും. ഇന്ന് വലിയ വിഷയമാണ്. പണ്ടത്തല്ല. പണ്ടൊരു കുട്ടിയായ നിങ്ങൾ എന്ത് തട്ടിയിലും ഓടൂല. കുട്ടി 1ആണെങ്കിലും 2ആണെങ്കിലും 3ആണെങ്കിലും പോകും. കുട്ടീനെ എവിടെയാക്കും? അതിന് പൈസ കമ്പ്യൂട്ടറിൽ അടിച്ചാൽ വൈകുന്നേരം 29 ദിവസം ആകുമ്പോഴത്തേന് 1,70,000 85,000 ശമ്പളം ഉണ്ടാക്കാൻ കഴിയാത്ത പെണ്ണുങ്ങൾ കുറവാണ് നാട്ടിൽ. അതോടുകൂടെ കുടുംബം നശിച്ചോ? ഇതാണ് ഞാൻ പറയുന്നത്. ഇത് യൂറോപ്പാണ്. യൂറോപ്പിലെ കുടുംബം പണ്ടേ നശിച്ചു. കൊല്ലക്കണക്കിന് വിവാഹം കഴിഞ്ഞിട്ട് കൂടെ കിടക്കാത്ത ഭാര്യ ഭർത്താവ് ഉണ്ടാവും. എന്തേ? വേറൊരു സ്ഥലത്താണ്, ഓള് വേറൊരു സ്ഥലത്താണ്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഒരു ദിവസം പിരിയും ചെയ്യും. 4 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലോ 5 കൊല്ലോ 6 കൊല്ലോ ആയിട്ട് ഒരു രാത്രി അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ എത്രയാ? എന്തുകൊണ്ട്? അവർക്കൊരു വിഷയമില്ല. 2 വിദ്യാഭ്യാസമാണ്. നമ്മളെ നശിപ്പിച്ച വിദ്യാഭ്യാസമാണ്. 100%. നിങ്ങൾ അടുത്ത് നിന്ന് ട്രോളും. കാസിം ഇപ്പം പറയണത് വിദ്യാഭ്യാസം കൊണ്ട് നശിച്ചു. 100% നമ്മളെ നശിപ്പിച്ച വിദ്യാഭ്യാസം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ഇറങ്ങിയതിന് ശേഷം ആദം നബി നടന്നു പോയ നാടത്. 1960-70 വരെ കുടുംബത്തിനൊക്കെ നല്ലൊരു ഭദ്രത ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇനി നിങ്ങൾ ഉറപ്പിക്കേ വേണ്ട. ഒരു കുട്ടിയുള്ള 2 പെണ്ണുങ്ങൾ, ഒരു പെണ്ണ് ഡിവോഴ്സായി നിൽക്കുന്നത് ഒന്നായത് ഇന്ന് നേരത്തെ സുബൈ നിസ്കരിച്ചതിന് ശേഷം ഒരാളിനോട് പറഞ്ഞു. 12 കൊല്ലം അത് ഡിവോഴ്സായി കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താ കാരണം? 2 കാരണം. ഒന്ന് ഈ ദീനില്ലാത്ത വിദ്യാഭ്യാസം. 2 മറ്റേ മുപ്പരിവിടെ കിടക്കണമുണ്ട്. ഇവിടെ പറയുന്നുണ്ട് അവളെ തരിമൂക്കിലും മറ്റുണ്ട്, ഇവന്റെ തരിമൂക്കിലും മറ്റുണ്ട്. ഇന്ന ശൈത്വാന യബീതു അലാ ഖൈശൂമി അഹദികും. മുസ്തഫ നബി പറഞ്ഞില്ലേ, നിങ്ങളെ തരിമൂക്കിലാണ് ആര് കിടക്കുക? ശൈത്വാൻ. ഓന് കിടക്കാനുള്ള സാധനം ഉണ്ടാവും. ഇക്കൊല്ലം മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് എത്ര ആളുണ്ട് ഈ കൂട്ടത്തിൽ?
കൊല്ലം. എന്ത് നിസ്കാരം ഉണ്ടാവും ഓതെടുത്താലെടുത്തില്ലെങ്കിൽ. ഈ ബതുക്കൾക്കുണ്ടൊരു സ്വഭാവം, നിസ്കരിക്കാൻ ഉണ്ടാപ്പാ ഞാൻ കൂടും, ഒന്നും എടുക്കില്ല. അപ്പുറത്ത് വേറെ ആളിനോട് പറഞ്ഞിട്ട് അവൻ അപ്പുറത്ത് നിന്ന് മൂത്രിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നും എടുക്കില്ല. അത് ഇനി പടി പകരും. കാരണം ആജാതി ബതുക്കളൊപ്പം ഡ്രൈവറായവരും ഒപ്പം കച്ചവടം ചെയ്തവരൊക്കെ ഇനി ഇവിടെ കേരളത്തിൽ ഇപ്പം ഉണ്ട്. ഇനി ഇവിടെ ഉള്ളു തന്നെ വിഷയം ഉണ്ടാവില്ല. ഇപ്പോൾ ആദാബ് വിഷയമല്ല, ഇനി ഉള്ളും വിഷയമല്ല. ഒക്കെ ഇവിടെ വരും, നിങ്ങളുണ്ടോ? ഒക്കെ വരും. ഇതൊക്കെ ഒരു നാടകം പോലെയാവും, ദീനുണ്ടാവില്ല, നാടകം. അതിന് പറ്റിയ ഫത്വകളും അപ്പം ഇറങ്ങും, മൂല്യന്മാരെ ഫത്വകൾ. നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും ഫത്വ ഇറങ്ങും, അതിനൊക്കെ ഫത്വ. നബി പറഞ്ഞു, നിങ്ങളെ തരിമൂക്കിൽ പിശാച് കിടന്നുറങ്ങും. നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ ഒരു പള്ളിയിൽ 1000 ആളുണ്ട്. 1000 ആളുണ്ട് ഒരു പള്ളിയിൽ. ജുമാന്റെ നേരത്ത് മോലിയരൊന്ന് ചോദിക്കാം, അല്ലേ ജനങ്ങളെ, വുദൂന്റെ ആദാബിൽപ്പെട്ടതാണല്ലോ വായിൽ വെള്ളം കൊപ്പിളിച്ച് കളയുക, മൂക്കിൽ വെള്ളം കച്ചിച്ച. ഇത് ചെയ്ത ആളുകൾ ഒന്ന് കയ്യൊക്കി പറഞ്ഞാൽ എത്ര ആൾ കയ്യൊക്കെ ഉണ്ടാവും? അത് കഴിഞ്ഞിട്ടാണ് കയറിയോല്. അത് അദബിൽപ്പെട്ടതാണ്. അവർക്കാണ് യഥാർത്ഥ റസൂലുള്ളാന്റെ വുദൂആണ്. അപ്പോലെ അള്ളാഹിന്റെ കോടതിയിൽ നല്ല നിലക്ക് എത്തുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് സത്യല്ലേ? അങ്ങനെ മൂല്യേര് വെള്ളിയാഴ്ച വിളിച്ചു ചോദിച്ചാൽ 10 ആളുണ്ടാവും ആ പള്ളിയിൽ. ഞാൻ ചെയ്തു എന്നറിയാൻ 10 ആള്. എത്ര ആളുണ്ട് പള്ളിയിൽ? 1500. ഞങ്ങളെ പള്ളിയാണ് പള്ളിയാ. ഞങ്ങൾ താഴത്തെ നിലയിൽ തന്നെ 1500 ആളൊക്കെ ഉള്ളൂ, അത്ര മേലെയും ഉള്ളൂ. ഓ, എന്താ പറയാനുള്ളത്? എന്താ കാലത്ത് പറയാം, ഞങ്ങളെ വലിയ പള്ളിയാ, ഞങ്ങളെ പള്ളി പണ്ടേ വലിയ പള്ളിയാ. ഓ, താഴെ തന്നെ 1500 ആളൊക്കെ ഉള്ളൂ. ജുമാക്ക് അങ്ങനെ ഇരിക്കണ നല്ല ചൊർക്ക, അനക്ക് ചൊർക്ക, മലക്ക് ചൊർക്കുണ്ടാവില്ല. കാരണം ഇതൊന്നും പൊതുല്ലാതെ വന്നിട്ടിരിക്കുക. വെള്ളത്തിൽ തട്ടിപ്പടിഞ്ഞിട്ടുണ്ടാവും. വെള്ളത്തിൽ തട്ടിപ്പടിയാലും ഒന്നുമല്ലല്ലോ. അപ്പൊ ജുമാന്റെ ബാങ്ക് കൊടുത്തിട്ട് മോലിയർ എണീറ്റിക്കുക. മോലിയർ പറയാ, അല്ല ഈ കൂട്ടത്തില് വൃത്തിയായി ഒന്നും ചെയ്തു വരും. എത്ര ആളുണ്ട്? വേണ്ട, മോലിയർ തന്നെ ഒന്നവിടെ പോയിക്ക, മേലെ ഉതുവൊക്കെ നോക്കുക. എന്നിട്ട് മോലിയർ വന്ന് പറയാ, മനുഷ്യന്മാരെ നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നു? ജുമാസ്കാരം നിങ്ങൾക്കില്ല, കാരണം നിങ്ങൾ ഉതുകൊടുത്തില്ല, ഞങ്ങൾ ഉതുകൊണ്ട്. ഈ കൊല്ലം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റവർ എണീക്കുക. ഡിസംബർ 31 മോലിയർ പറഞ്ഞു, ഉദൂന്റെ സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയവർ എണീക്കുക, കൈപൊക്കുക എന്ന് ഡിസംബർ 31 അന്ന് മോലിയർ പറഞ്ഞാൽ എത്ര ആൾ വെക്കും? ഈ കൊല്ലം 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 ഇടയിൽ ഉദൂ ചെയ്തപ്പോൾ ഒരു വട്ടെങ്കിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയവർ എണീക്കുക പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇതൊക്കെ നാടക. നമുക്ക് പൈസ നിങ്ങളിപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ കുറച്ചാളുണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ എടുക്കണമാണ് ഞാൻ എടുക്കണമല്ലോ. നിങ്ങളൊക്കെ നിസ്കരിക്കും, അപ്പോൾ ഞാൻ നിസ്കരിക്കും, ഒന്ന് കൊടുക്കും, ഞാൻ ഒന്ന് കൊടുക്കും. അള്ളാഹുവിലേക്ക് എത്താന്ന് എനിക്കില്ല, നിങ്ങൾക്കില്ല. ചില ആളുകളെ അമല് അവരെ മുടിന്റെ അപ്പുറത്ത് കയറൂല. എവിടക്കത്ര അമല്? അമല് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എല്ലിയിലെത്തും. നല്ലത് ചെയ്തവരുടെ നന്മ ചെയ്തു കഴിയുമ്പോഴത്തേന് എവിടെ എത്തും? ഇല്ലിയിലെത്തും. എന്നാൽ വലിയൊരു ശതമാനം ആളുകളും അവന്റെ ഇവിടുന്ന് അങ്ങോട്ട് കയറൂല. അവന്റെ അമൽ അവനിലൊതുങ്ങും, മേലെ കയറൂല. ഞാൻ മനസ്സിലായില്ല. നമ്മളിപ്പം ഇവിടുന്ന് ചെയ്യുന്ന അമലുകൾ ഇവിടുന്ന് തന്നെ കയറ്റി വിടുകയാണ്. എവിടേക്ക്? ഇല്ല, നീ മഹേശ്വരേക്ക് ഇറങ്ങുന്നത് അള്ളാൻ്റെ കോടതി എത്തുമ്പോൾ ഇല്ല എന്നിട്ട് ഇറങ്ങും. അപ്പോൾ അമൽ പറയും, ഞാൻ കൊല്ലക്കണക്കിനായിട്ട് ഇയാളെ അമലായി കാത്തിക്കണം റബ്ബേ എൻ്റെ കോടതിക്ക് വേണ്ടി. ഇവൻ നിസ്കരിച്ചിട്ടുണ്ട്, അത് എവിടെത്തില്ല. മനസ്സിലായില്ലേ? ഈ നിസ്കരിച്ചിട്ടുണ്ട്, ഇത് എവിടെ എത്തിയിട്ടില്ല, ഇല്ലെത്തണ്ടേ.
كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون നിങ്ങളെ നന്മ ചെയ്താൽ അത് എല്ലിയിൽ വെക്കും. യശ്ഹദുൽ മുഖറബൂൻ, മുഖറബീങ്ങളായ മലക്കുകൾ അതിന് സാക്ഷി നിൽക്കും. എന്നിട്ട് ഈ അമല എവിടേക്ക് ഇറക്കിക്കൊണ്ടിരും? എന്നെ അള്ളാഹിൻ്റെ കോടതി എത്തുമ്പോൾ കോടതി കൊണ്ടുവരും. ഫ്രഷ് അമലുകൾ ഒക്കെ ക്ലിയറാണ്. ഇങ്ങനെ പരിശോധിക്കുക, എല്ലാ അമലും ക്ലിയറാണ്. എന്നാൽ ചില ആളുകൾ അമല് അവരെ മുടിൻ്റെ അപ്പുറത്തേക്ക് കിടക്കൂല എന്ന് റസൂലുള്ളാഹി. നൗത്തര കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്ക്, ഇത് ചിന്തിക്ക്. ഇത് ആദാബിൽപ്പെട്ടല്ലേ? വയൽ വെള്ളം കെറ്റിയ മൂക്കിൽ, ഇതൊക്കെ വൃത്തി പൂർണ്ണ വൃത്തിയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. പൂർണ്ണ വൃത്തിയാണ്. വെള്ളം കയറ്റി ചുറ്റുമുള്ള ഒരു സുഖം തനിച്ചെങ്കിൽ ഇതിലെ വെള്ളം കയറ്റി ചീച്ചിട്ട് ഇതിലടച്ചാൽ നേരെ ഇതിലടിച്ചിട്ടത്. ഇതിലെ കയറ്റിയ വെള്ളം ഇതിലിറങ്ങും, ഇതിലെ കയറ്റിയ വെള്ളം ഇതിലിറങ്ങും. അപ്പം എന്തായി? രണ്ട് സൈഡിലും എന്തില്ല? വൃത്തിയിടില്ല. അപ്പൊ ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി ചികിത്സാരികൾ മൂക്ക് വൃത്തിയാക്കി കൊടുക്കും, ചെയ്യിപ്പിക്കും. എന്തുകൊണ്ട്? ഒരു മരുന്ന് നിനക്ക് ഫലിക്കണമെങ്കിൽ ആദ്യം എന്ത് ശരിയാകണം? വായു ശരിയാകണം. വായു ശരിയാണെങ്കിൽ എന്ത് ശരിയാകണം? മൂക്ക് ശരിയാകണം. നിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാവണമെങ്കിൽ മൂക്ക് ശരിയാകണം. ചില യോഗകൾ, ആ യോഗയിൽ മൊത്തം വായു കൊണ്ടുള്ള കളിയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? വായു കൊണ്ട് കളിക്കുക. ഇരുന്ന് യോഗ ചെയ്യും ചില ആളുകൾ, എവിടേക്കും പോവില്ല. നേരെ വെളുത്താൽ മണിക്കൂർ കണക്കിന് നടക്കൊന്നുമില്ല, റിസൾട്ടിരിക്കും, യോഗ ചെയ്യും. എന്ത് ക്ലിയറാക്കും? വായു ക്ലിയറാക്കും. വായുവിലൊക്കെ രോഗമില്ല. ഇപ്പോൾ ഒരു മനുഷ്യന് ഇടത്തെ കാല് മരവിച്ചു. എന്താ കാരണം? ബ്ലഡിന്റെ സർക്കുലേഷൻ നിലച്ചുപോയി. മനസ്സിലാണ്ട് പറഞ്ഞു. വളരെ ചിന്തിക്കണം. ചില ആളുകളുണ്ട്, ചില വൈദ്യന്മാരുണ്ട്, പഴയകാല വൈദ്യന്മാർ. പഴയകാല ചൊറി തൊലിയിലൊക്കെ ചൊറിയാണ്. ചില വൈദ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൈയെടുക്കും. ഇപ്പം എന്തേ തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. എന്താ കാരണം? ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ഇല്ല. അതാ ചൊറിൻ്റെ കാരണം. ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകണം. അപ്പം എന്താ? എണ്ണിട്ട് തീരുമാനം കുളിക്കണം. അപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ വൈദ്യമരത്ത് പോയിട്ടുണ്ട്. മരുന്ന് നിനക്ക് ഫലിക്കോ നോക്കുക. ഒരു മനുഷ്യന്റെ വായു ശരിയായാൽ എല്ലാം ശരിയാവും. ഒരു മുഅ്മിനായ മനുഷ്യന് വായു സഞ്ചാരം ശരിയാക്കാതിരിക്കൂല. കാരണം വായു സഞ്ചാരത്തിന്റെ ഏറ്റവും മർമ്മമാണ് എന്ത്? മൂക്ക്. 5 വഖത്തുള്ള നിർബന്ധ വുളൂഇൽ ഇവന് അതിന്റെ ആദാബിൽപ്പെട്ട മൂക്കിൽ വെള്ളം കെട്ടിച്ചിട്ട് എന്ന അതിശക്തമായ സുന്നത്ത്. അതില്ലാതെ റസൂലുള്ളാഹി വുളൂ എടുത്തില്ല. 63-ാമത്തെ വയസ്സിലും യുവാവാണല്ലോ റസൂലുള്ളാഹി. 63-ാമത്തെ വയസ്സിലും ഹബീബ നബി യുവാവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തന്നെ ശ്രദ്ധിക്കുക. ഇല്ലാ ഖറത്ത് ഖത്വായ വജീഹി അവന്റെ മുഖത്തിന്റെയും വായയുടെയും കരിമൂക്കിന്റെയും എല്ലാ ദോഷവും ഈ 3 കാര്യം ചെയ്യുന്നതോട് കൂടെ താഴത്തേക്കാണ് വീഴും. മുഖം കഴുകിയാൽ താടിന്ന് വെള്ളം ഒലിക്കണോടുകൂടെ ആ ദോഷം പോയി. ഒക്കെ വൃത്തിയാക്കി. എന്നിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യുന്നു? മുട്ടുൾപ്പെടെ അവൻ കൈ കഴുകുന്നു. അപ്പോൾ ഓരോ അവയവങ്ങളും ഓരോ അവയവ വൃത്തിയായി ഇങ്ങനെ കഴിയുന്നതോട് കൂടെ എല്ലാം ക്ലിയറായി.